ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നഷ്ടമായിട്ടുണ്ടാകും. പക്ഷേ ഇസ്രയേൽ ഒരു പ്രത്യേക സമാധാന സമ്മാനവുമായി ഇതാ എത്തിയിരിക്കുന്നു. ട്രംപിന്റെ പാരമ്പര്യത്തെ ആദരിക്കുന്നതിനായി 80 വർഷത്തെ നിയമം ലംഘിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ആദ്യമായി ഇസ്രയേൽ സമാധാന സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ഒരുപക്ഷെ 2025 നേടിയെടുക്കാൻ കഴിയാതെ പോയിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുകയാണ്. അതെ, സമാധാന നിർമ്മാതാവിൽ ഒരു സമ്മാനം നൽകാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വന്നിരിക്കുന്നു. ഡിസംബർ 29-നാണ് നെതന്യാഹു ട്രംപിന് ഇസ്രയേൽ സമാധാനത്തിനുള്ള ഇസ്രയേൽ സമ്മാനം നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദേശ പൗരന് നൽകുന്ന ബഹുമതി കൂടിയാണിത്. അതും മാത്രമല്ല, സമാധാനത്തിനുള്ള ഒരു പുതിയ വിഭാഗം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമ്മാനം നൽകുന്നത്. ഇത് ട്രംപിന്റെ ഇസ്രയേലിനോടുള്ള പിന്തുണയ്ക്കും മധ്യപൂർവ്വ ദേശത്തെ സമാധാന ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ശരിക്കും ആശ്ചര്യകരവും വളരെയധികം വിലമതിക്കുന്നതുമാണെന്നാണ് ട്രംപ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. സമാധാന പാലക പാരമ്പര്യത്തിനായുള്ള ട്രംപിന്റെ വ്യക്തമായ ശ്രമത്തിന് പുറമെ 80 വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇസ്രയേലി അല്ലാത്ത വ്യക്തിക്ക് സംസ്ഥാനത്തിന്റെ പരമോന്നത സാംസ്കാരിക ബഹുമതിയായി കണക്കാക്കപ്പെടുന്ന ഇസ്രയേൽ സമ്മാനം നൽകുന്നത്. ട്രംപിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി ഇസ്രയേൽ അവാർഡ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നത് ലോക ശ്രദ്ധേയമാണ്. സമാധാന വിഭാഗത്തിൽ ആദ്യമായാണ് ഇസ്രയേൽ സമ്മാനം നൽകുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ നെതന്യാഹു മറ്റൊരു കാര്യവും സൂചിപ്പിച്ചിരുന്നു. ഇസ്രയേലിനും ജൂത ജനതയ്ക്കും നൽകിയ മഹത്തായ സംഭാവനകൾക്ക് ട്രംപിനെ ആദരിക്കാനുള്ള ഉടമ്പടി ഇസ്രയേൽ ലംഘിക്കുകയാണ് എന്നതായിരുന്നു അത്. ജനങ്ങളെ അത്ഭുതപ്പെടുത്താൻ പ്രസിഡന്റ് ട്രംപ് നിരവധി കൺവെൻഷനുകൾ ലംഘിച്ചിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ ഒരു കൺവെൻഷൻ തകർക്കാനോ പുതിയ ഒരെണ്ണം സൃഷ്ടിക്കാനോ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് 80 വർഷത്തിന് ഇടയിൽ ഇസ്രയേലി അല്ലാത്ത ഒരാൾക്ക് ഞങ്ങൾ ഒരിക്കലും നൽകാത്ത ഇസ്രയേൽ സമ്മാനം പ്രസിഡന്റ് ട്രംപിന് നൽകുക എന്നതാണ് അത്. ഇസ്രയേലിനും ജൂത ജനതയ്ക്കും നൽകിയ മഹത്തായ സംഭാവനകൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ സമ്മാനം നൽകണമെന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണിത്. ഈ അവാർഡ് എല്ലാ മേഖലകളിലും ഉള്ള ഇസ്രയേലികളുടെ അമിതമായ വികാരത്തെ പ്രതിഫലിപ്പിക്കുകയും ഇസ്രയേലികരെയും തീവ്രവാദികൾക്കെതിരെയും പൊതുപോരാട്ടത്തെ സഹായിക്കാൻ ട്രംപ് ചെയ്തതിനെ അഭിനന്ദിക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന് മുമ്പ് ഈ വർഷം ആദ്യം ഫിഫയാണ് ട്രംപിനായി ഒരു സമാധാന സമ്മാനം സൃഷ്ടിച്ചിരുന്നത്. 2026 ലോകകപ്പ് നറുക്കെടുപ്പിൽ ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ തന്റെ അടുത്ത സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് ആദ്യത്തെ ഫിഫ സമാധാന സമ്മാനം സമ്മാനിച്ചു. ഭരണ ഫിഫ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. പല വിഷയങ്ങളിലും അമേരിക്കയും ഇസ്രയേലും ഒരേ നിലപാടിലാണെങ്കിലും വെസ്റ്റ് ബാങ്ക് വിഷയത്തിൽ ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വെസ്റ്റ് ബാങ്കിനെ കുറിച്ചും അവിടെ കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങൾ സമാധാന ശ്രമങ്ങളെ ബാധിക്കുമോ എന്നതിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രണ്ടു വശത്തും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടെന്ന് ട്രംപ് തുറന്ന് സമ്മതിക്കുകയുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്തായ ട്രംപിന് ഹൃദയാംഗമായ നന്ദി അറിയിച്ച നെതന്യാഹു ഗാസ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും ഐക്യത്തോടെയാണ് നീങ്ങുന്നതെന്നും പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വർഷം വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യാപകമായ തീരുവകൾ, 100 കണക്കിന് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ, അങ്ങനെ അദ്ദേഹം ചെയ്തതെല്ലാം വലിയ മനോഹരമായ അല്ലെങ്കിൽ മികച്ചത് എന്നിങ്ങനെ സ്വയം നിർവചിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരെ പിങ്കി മ്ലേച്ഛൻ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെയും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച വർഷം കൂടിയായിരുന്നു ഇത്. താൻ നിർത്തിയ ഒന്നിലധികം യുദ്ധങ്ങളെ ഉദ്ധരിച്ച് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു.